പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ മഹാ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ അവന്തികയെ നാഗേന്ദ്രന് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതാ കേൾക്കുന്നത്. അവന്തിക വിളിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ വെറുതെ ഇരിക്കുവാണോ എന്ന്. എന്നിട്ട് അതിന്റെ കൂടെ പറയും, അതെ 55 വയസ്സായി കേട്ടോ, ഇനി എങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ വരും, അതുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യണം. അപ്പോൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളല്ലേ പറഞ്ഞത് എന്നെ കണ്ട 55 തോന്നില്ല എന്നൊക്കെ, പിന്നെന്താ എന്ന് ചോദിക്കും. അങ്ങനെ അച്ഛനെ വിളിച്ച് നാഗേന്ദ്രനോട് ഓരോ കാര്യങ്ങൾ പറയുന്നതെല്ലാം തന്നെ അഭി കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫോൺ വെക്കാറായപ്പോൾ നാഗേന്ദ്രൻ പറയും, അവിടെ വെറുതെ ഇരിക്കുവാണോ, മോളെടുക്ക് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോരേന്ന്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അഭിതേ അങ്ങോട്ടേക്ക് റൂമിലേക്ക് അങ്ങ് കയറി വന്നു. എന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട്, നീ ആരാടേ ഇത്ര നേരം ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന്. അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതെ ഞാൻ ആ ഫോൺ വിളിക്കുന്നത് അഭിയേട്ടൻ കേട്ടിരുന്നോ? എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ഓ ഞാൻ വിചാരിച്ചു ഞാൻ അറിയാത്ത ഏതച്ഛനാ നിനക്കുള്ളത് എന്ന്. ഉണ്ടായിരുന്ന ആള് നമ്മളെ ഇട്ടിട്ട് പണ്ടേ ഒളിച്ചോടി പോയതല്ലേ, അയാളെ എങ്ങാനും കണ്ടു കിട്ടിയിരുന്നെങ്കിൽ കരണം തീർത്ത ഞാൻ ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കുമെന്ന് പറയും. നമ്മളെ ഇട്ടിട്ട് പോയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഇത്ര കാലമായിട്ട് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെ പറയും. അന്നേരം അവന്തിക ചോദിക്കുന്നുണ്ട്, അങ്ങനെ പോയതിൻ്റെ കഥയൊക്കെ അമ്മ പറഞ്ഞ് ഇവിടുത്തെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞതും കേട്ടിട്ടല്ലേ ഉള്ളൂ ഏട്ടന്? ആ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാ പറഞ്ഞത് എന്നൊക്കെ പറയാണ് അഭി. അത് കഴിഞ്ഞ് അഭി ഇറങ്ങിപ്പോരുമ്പോഴും അവന്തികക്ക് നല്ല സംശയമുണ്ട്. അഭി ഇങ്ങനെ മനസ്സിലോർക്കാണ്, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, അതെന്താണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ്. അങ്ങനെയൊക്കെ മനസ്സിലോർത്തുകൊണ്ടാണ് അഭി നേരെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്. പിന്നീട് കാണിക്കുന്നത് ആദർശിന്റെയും നയനയുടെയും അടുത്തേക്ക് നന്ദു വന്നിട്ടുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആള്, അതായത് എയിം ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ആ ഹോട്ടലിൽ തന്നെ കാണും. അതുകൊണ്ടാണ് ആ ഹോട്ടലൊന്ന് റെയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നന്ദുവിനോട് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതിനൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡർ വേണം ആദർശേട്ടാ, അല്ലാതെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഈ കാര്യമൊന്ന് മുത്തശ്ശനോട് നന്ദു അവതരിപ്പിക്കണം, മുത്തശ്ശൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ആദ്യം നന്ദുവിന് ഒരു മടിയാണെങ്കിലും പിന്നെ ഞാൻ വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറയാണ് നന്ദു. അങ്ങനെ നന്ദു മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്കൊരു സഹായം വേണം, ഒരു ഹോട്ടൽ റെഡി ചെയ്യാനുള്ള ഒരു പെർമിഷൻ മുകളിൽ നിന്നും വാങ്ങിച്ചു തരാവോ എന്ന് ചോദിക്കും. കാര്യം എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എയിം ജ്വല്ലറിയുടെ ആൾക്കാരാണ് ആ ഹോട്ടലിലുള്ളത് എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണം ആ ഹോട്ടൽ വഴി വിനിമയം ചെയ്യുന്നതായിട്ടുമൊക്കെ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ആ ഹോട്ടലൊന്ന് റെയ്ഡ് ചെയ്യാനുള്ള പെർമിഷനാണ് വേണ്ടത്. മുത്തശ്ശൻ വിചാരിച്ചാൽ അതൊക്കെ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ ശ്രമിക്കാം മോളെ. ഏതായാലും ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരണം. ആ ജ്വല്ലറിക്കാർ ഇപ്പോൾ തഴച്ചു വളരുന്നത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടാണ്. അതിന് തടയിടേണ്ടത് നമ്മളുടെ കൂടെ ആവശ്യമാണ്. പിന്നെ അവരങ്ങനെ തഴച്ചു വളരുമ്പോൾ താഴേക്ക് പോകുന്നത് നമ്മുടെ മൂർത്തി ജ്വല്ലറിയും കൂടിയാണ്. ഒരുത്തൻ അതിനെ പരുവമാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ പരാജയഭയവുമായിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരു തടയിടാൻ ഇത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞ് ഫോണ് വെക്കാണ്. ഫോണ് വെച്ചപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ സംസാരിക്കുന്നതിനൊക്കെ തന്നെ എനിക്കൊരു കുത്തുകുത്തിയല്ലേ. ഏതായാലും മുത്തശ്ശൻ്റെ ദേഷ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുറേ കാലം കഴിയുമ്പോൾ, കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ കുറയും. അതാ ഞാൻ കരുതുന്നത്, അതിനൊരു മാറ്റവുമില്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, സാരമില്ല ആദർശേട്ട, അതിനൊക്കെ ഒരു മാറ്റം വരും, ആദർശേട്ടൻ വിഷമിക്കണ്ട എന്നൊക്കെ പറയും. മുത്തശ്ശൻ്റെ സംസാരം കേട്ടിട്ട് ഇന്ന് തന്നെ റെയ്ഡ് ചെയ്യാനുള്ള ഓർഡർ വാങ്ങിച്ചു തരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ ഹോട്ടൽ റെയ്ഡ് ചെയ്യാൻ പോകുമെന്നൊക്കെ പറയാണ് നന്ദു. അതുപോലെ തന്നെ അവർ ഹോട്ടൽ റെയ്ഡ് ചെയ്യാൻ പോവാണ്. അവരുടെ ജീപ്പ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് റിസപ്ഷനിസ്റ്റ് നേരെ നാഗേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, പോലീസ് വന്നിട്ടുണ്ട് എന്ന്. റെയ്ഡാണെന്നാ തോന്നുന്നത് എന്ന് പറയും. അവർ ഫോണ് വിളിച്ചങ്ങ് വെക്കുന്നേരം നന്ദു അകത്തേക്ക് കയറി ചെന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട് തന്നെ റെയ്ഡ് ചെയ്യാനാണോ വന്നത് എന്ന് ആ ഒരു പെൺകുട്ടി ചോദിക്കും. അങ്ങനെ റെയ്ഡ് ചെയ്യാനായിട്ട് നന്ദു അകത്തേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ റെയ്ഡ് നടത്തുന്നത് എന്നൊക്കെ. അന്നേരം അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് ദേഷ്യത്തോട് ഇങ്ങനെ ചെന്നിട്ട് നന്ദു സംസാരിക്കണേ. ഏതായാലും എല്ലാ റൂമിലും ബെല്ലടിച്ച് ആൾക്കാരെയൊക്കെ പുറത്തിറക്കി ഓരോ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 106-ാമത്തെ റൂമിൽ ചെന്ന് ബെല്ലടിച്ച് കഴിയുമ്പോൾ അത് തുറക്കുന്നേയില്ല. അന്നേരം നന്ദുവിന് ചെറിയൊരു സംശയം. നന്ദു നേരെ താഴെ ഇറങ്ങി വന്ന് റിസപ്ഷനോട് ചോദിക്കുന്നുണ്ട്, ആ 106-ാമത്തെ റൂമിൽ ആരാ താമസിക്കുന്നത് എന്ന്. അന്നേരം അതൊരു ഗൾഫുകാരനാ, പേര് രാജേന്ദ്രൻ എന്നാ, ഇന്നലെ വന്നതായെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് അവർ പറയും. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അയാൾ എന്നും ഇവിടെ വന്ന് റൂം എടുക്കാറുണ്ടോ, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അന്നേരം അവർ പറയും, ആദ്യമായിട്ടാണ് അവർ വന്നത്,
അയാൾക്ക് ഗൾഫിൽ എന്തോ ബിസിനസ് എന്നൊക്കെയാ പറഞ്ഞത്. എന്താണെന്ന ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ അങ്ങനെ ഹോട്ടലിൽ കൊടുത്തേക്കുന്നതാണെന്നൊക്കെ പറയുന്ന ആ ഒരു കുറച്ച് രേഖകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നന്ദു നേരെ അവിടെ നിന്നും ഇറങ്ങി. അത് കഴിഞ്ഞ് ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല ആദർശേട്ട റെയ്ഡ് ചെയ്തിട്ട്. പിന്നെ ഒരു രാജേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു. അതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അയാളുടെ പേര് അങ്ങനെ തന്നെയാണോ എന്ന്. അയാൾ ദുബായിൽ ബിസിനസ്സുകാരനാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നമുക്ക് നോക്കാമെന്നും പറയും. അന്നേരം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആദർശനാകെ വിഷമമായിരിക്കുകയാണ്. ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും രഹസ്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അത് അവിടെ ചോർന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ മുങ്ങിയത്. നന്ദുവിന് നല്ല സംശയമുണ്ട് എന്ന് പറയുന്ന രാജേന്ദ്രൻ മിക്കവാറും അയാൾ തന്നെയായിരിക്കും, ജ്വല്ലറിയുടെ ഉടമ. എന്തായാലും അയാൾ എവിടെ പോയി വിളിച്ചാലും അയാളുടെ പുറകെ തന്നെ ഞാൻ കാണും. ഏത് മാളത്തിലാണെങ്കിലും അയാളെ ഞാൻ പുറത്ത് വലിച്ചിടുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത്. ആദർശിന് ഭയങ്കര വിഷമമായി. റെയ്ഡ് ചെയ്തിട്ടും യാതൊരു വിവരവും കിട്ടാത്തത് കൊണ്ട് തന്നെ. പിന്നെ കാണിക്കുന്നത് അബിയാണ്. അബിയുടെ കയ്യിൽ പൈസയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പണ്ടത്തെ ആ ഒരു പഞ്ചതര സ്വഭാവം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. ഏതോ ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്തിക പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അവൻ കാണുന്നത്. അന്നേരം അബിക്ക് സംശയമായി. അബിയും അവന്തികയുടെ പുറകെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി വേറൊരു വണ്ടിയിൽ പോവാണ്. അന്നേരം അവന്തിക കാണാതെ കുറച്ച് ബാക്കിലാക്കി വണ്ടിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അവന്തിക നേരെ ആ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. ഹോട്ടലിൽ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി നേരെ കയറി ചെല്ലുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, ഇവിടെ ഒരു റെയ്ഡ് നടന്നു, അതുകൊണ്ട് സാർ ഇവിടെ ഇല്ല എന്ന്. സാർ അപ്പം തന്നെ പുറത്തേക്ക് പോയി എന്നൊക്കെ പറയും. അന്നേരം അവന്തിക അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു വിവരം എന്നെ അറിയിക്കാൻ മേലായിരുന്നോ? ഒരു മെസ്സേജ് എങ്കിലും തരാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടുതന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുവാനാണ് അവരോട്. ഇതെല്ലാം കഴിഞ്ഞ് അച്ഛൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോയി. നാഗേന്ദ്രനെ വിളിക്കുകയായിരിക്കും അവന്തിക. എന്നിട്ട് നാഗേന്ദ്രൻ എവിടെയാ ഉള്ളത് എന്നൊക്കെ അറിയിക്കുന്നു. അങ്ങോട്ടേക്ക് പോവുകയാണ്. അവന്തിക പോകുന്നതിന് പുറകെ അഭിയും പോകുന്നുണ്ട്. അവന്തിക നേരെ ചെല്ലുന്നത് ഒരു വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ബെല്ലടിച്ചു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അന്നേരം അവരോട് പറയാണ്, എൻ്റെ അച്ഛനാണ് അകത്തുള്ളത് എന്ന്. അന്നേരം അവർ പറയുന്നത്, ആ മോള് കയറി വാ, മോള് വരുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ അവന്തിക അകത്തേക്കങ്ങ് കയറി പോവാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ നാഗേന്ദ്രൻ അവിടെ ഉണ്ടായിരിക്കും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ തലനാരിഴക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. അവിടെ ഇന്നൊരു റെയ്ഡ് നടന്നിരുന്നു. ഈ റെയ്ഡ് നടക്കാനുള്ള കാരണം മിക്കവാറും ആ ഒരു മൂർത്തിയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അവരെൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ഇനി ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വേണം ചെയ്യാനെന്നൊക്കെ പറയും. അന്നേരം അവന്തിക പറയുന്നത്, ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് മുത്തശ്ശനും ആദർശൊക്കെ വെറുതെ ഇരിക്കില്ല അച്ഛാ. ആ കാര്യം അച്ഛനറിയാലോ, അതുകൊണ്ട് അവർ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറയും. നാഗേന്ദ്രൻ പറയുന്നത്, അത്ര പെട്ടെന്നൊന്നും ഇനി എന്നെ തകർക്കാനൊന്നും ആർക്കും സാധിക്കില്ല. അതിനുള്ളതൊക്കെ എനിക്ക് ചെയ്യാനറിയാമെന്നൊക്കെ പറയും. അന്നേരം അവന്തികയ്ക്കൊരു സംശയം, ഇനി പോലീസുകാർ അവന്തികയുടെ പുറകെ ഇനി ഇങ്ങോട്ടേക്കെങ്ങാനും വരുമോ എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതോർത്തിട്ടൊന്നും മോള് വിഷമിക്കേണ്ട. ഞാൻ ഇവിടെയുള്ള കാര്യം ആർക്കും അറിയില്ല. പിന്നെ ആരെങ്കിലും വന്നാലും അകത്തേക്ക് കയറ്റി വിടണ്ട എന്ന് തന്നെ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് എന്നും പറയും. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അവന്തികക്ക് അന്നേരം പേടിയാവുന്നുണ്ട്. ഏതായാലും ആ സ്ത്രീ പോയി വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് അഭിയായിരിക്കും. അവന്തികയെ പിന്തുടർന്നും കൊണ്ട് അഭി അങ്ങോട്ടേക്ക് എത്തിയതാണ്. അന്നേരം അഭി ചോദിക്കും, അകത്താരാ ഉള്ളത് എന്ന്. അന്നേരം ആരുമില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ആ ഒരു സ്ത്രീ മറുപടി പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, എൻ്റെ അനിയത്തിയാണ് കുറച്ചു മുൻപ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അവൾ ഈ വീട്ടിലിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് ഞാൻ കണ്ടതാണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നോട് കള്ളം പറയുന്നത്? എന്നിട്ട് ഇല്ല സർ, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് അവർ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ അങ്ങ് മാറി നിന്നേ, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അഭി നേരെ അകത്തേക്ക് തള്ളി കയറി അങ്ങ് വരികയാണ്. അന്നേരം അവർ പറയുന്നുണ്ട്, സർ ഇവിടെ ആരുമില്ല, ഇങ്ങനെ വീട്ടിലേക്ക് തള്ളിക്കയറി വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, എൻ്റെ അനിയത്യ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത്. അവളെ അങ്ങനെ കയറൂരി വിടാനൊന്നും ശരിയാവില്ല, അവളുടെ ചേട്ടനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ നാഗേന്ദ്രനും അവന്തികയും കൂടി നിൽക്കുന്ന ആ ഒരു രംഗം അഭിയെ കാണും. അന്നേരം ദേഷ്യപ്പെട്ടിട്ട് അവന്തികയുടെ അടുത്തേക്ക് വന്ന് അഭി ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ നിന്നും ഇറങ്ങി ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാളാണോ നിന്റെ ഫ്രണ്ട് എന്ന് ചോദിക്കും. ഇയാളെ കാണാനാണോ നീ വീട്ടിൽ നിന്നും ഇറങ്ങിയത്? ഇയാൾ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അഭി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അന്നേരം നാഗേന്ദ്രൻ ഇങ്ങനെ കുറച്ചു നേരം അഭിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് നിനക്ക് കുറവാണെന്നറിയാം, അതുകൊണ്ടാ മോളോടൊന്നും ആരും പറയണ്ട എന്ന് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് നിന്നോട് എന്ന് പറയുമ്പോൾ അഭി നാഗേന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അന്നേരം നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന്. സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തന്നെ നിനക്ക് മനസ്സിലായില്ലേ? ഇതിനു മുൻപ് നീ എന്നെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും.
അന്നേരം അഭിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ. നാഗേന്ദ്രൻ ഇങ്ങനെ പുച്ഛത്തോടെ പറയാ, സ്വന്തം അച്ഛനെ തിരിച്ചറിയാത്ത മകനെന്ന്. അന്നേരം അഭിക്ക് ഭയങ്കര അങ്ങ് സങ്കടം വരും. അഭി ഇങ്ങനെ കുറച്ചു നേരം സങ്കടപ്പെട്ട് കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം ഓടിപ്പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം കൊണ്ട് തന്നെ നാഗേന്ദ്രനും അഭി അങ്ങ് കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് മുഖത്തൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് തന്നെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മകൻ, എൻ്റെ 2 മക്കളും ഇപ്പം എൻ്റെ ഇടവും വലവുമുണ്ട്. അന്ന് മൂർത്തി ആ വീട്ടിൽ നിന്നും എന്നെ അടിച്ചിറക്കി വിട്ടു. അന്ന് എൻ്റെ കൂടെ വരാൻ നിന്റെ അമ്മ തയ്യാറായിരുന്നില്ല. ജീവിതം എങ്ങനെയാവുമെന്നൊന്നും അവൾക്കറിയത്തില്ലായിരുന്നു. അവൾക്ക് പണത്തോടായിരുന്നു ഭ്രമം മൊത്തം. പക്ഷേ ഞാൻ പണം തേടി തിരിച്ചു വന്നത് പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തകർക്കേണ്ടത് അനന്തപുരി തറവാടിനെയും മൂർത്തി ജ്വല്ലറിയെയുമാണ്. അങ്ങനെ ആ മൂർത്തിയെ എനിക്ക് വലിച്ചു കയറണം. അതാണ് എൻ്റെ ഇനിയുള്ള ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടിവിടുമായിരിക്കും നാഗേന്ദ്രൻ. അന്നേരം ഇതെല്ലാം കേട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും അഭി. എന്നിട്ട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ മകൾക്കറിയാമായിരുന്നു. അവൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനും എന്നോടൊപ്പം നിൽക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളോടെല്ലാം പറഞ്ഞത്. ഇനി തൊട്ട് നീയും എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്നൊക്കെ പറയണം അഭിയോട്. എന്തായാലും എൻ്റെ 2 മക്കളും എൻ്റെ കൂടെയുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും ചേർന്നൊരു സെൽഫി എടുക്കുന്നുണ്ട്. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും, മൂർത്തി ജ്വല്ലറി ഞാൻ അടിച്ചു പൂട്ടും. അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് നിന്റെ മുഖ്യ ശത്രുവായ ആദർശിനെയും ഭാര്യയെ ഞാൻ പുറത്താക്കിയില്ലേ, ഇനി അടുത്തത് പുറത്താക്കാൻ പോകുന്നത് ആ അനന്തമൂർത്തിയായിരിക്കും. എന്നിട്ട് ഞാൻ ആ വീട്ടിലേക്ക് വരും. അപ്പം നിന്റെ അമ്മയെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. കാരണം പണം കാണുമ്പോൾ അവൾ എൻ്റെ കൂടെ കൂടിയേക്കും. പക്ഷേ ഇതിനു മുൻപ് അവരെന്നെ ചവിട്ടി പുറത്താക്കിയ സമയത്ത് പണം മോഹിച്ച അവൾ ആ വീട്ടിൽ തന്നെ നിന്നു. അതുകൊണ്ട് അവളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന സമയത്തിന് അഭി പറയുന്നുണ്ട്, അതിനോട് ഞാനും യോജിക്കുന്നുണ്ടച്ചാ. പക്ഷേ അമ്മയെ ഉൾക്കൊള്ളണം അച്ഛൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അവർ 3 പേരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ചന്തുമോളെയാണ്. ചന്തുമോൾ നവ്യയുടെ റൂമിൽ വന്ന് കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നവ്യ റൂമിലേക്ക് കയറി വരുന്നത്. അയ്യോ വല്യമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങുന്ന സമയത്തിന്, വേണ്ട നീ അവിടെ തന്നെ ഇരുന്ന് കളിച്ചോ എന്ന് നവ്യ പറഞ്ഞു. എന്നിട്ട് 2 പേരെയും കൂടി ഇങ്ങനെ കളിക്കുകയാണ്. എന്നിട്ട് 2 പേരും കൂടി ഇങ്ങനെ കളിക്കുന്നത് വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നവ്യ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നവ്യ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകുമ്പോൾ ചന്തുമോളുടെ പേരിലും സ്വന്തം മകനായ അനന്തപത്മനാഭന്റെ പേരിലും വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ആദർശ് നയന ഇങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നത് കാണാണ്. അന്നേരം നയന ദേ ചേച്ചി എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നത്, നിനക്ക് അങ്ങനെ ഒരു ചേച്ചിയുണ്ടോ? നിന്നെ ശത്രുവായിട്ട് കണ്ടേക്കുന്ന അവളെ ഇനി ചേച്ചിയായിട്ട് നീ കാണേണ്ട കാര്യമൊന്നും നിനക്കുമില്ല. അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നതിൻ്റെ അടുക്ക് തന്നെ ആദർശ് പറയുന്നുണ്ട്, കുടുംബക്കാർ മൊത്തം മുടിഞ്ഞു പോണേ എന്ന പ്രാർത്ഥനയായിട്ടായിരിക്കും അല്ലേ അമ്പലത്തിലേക്ക് വരുന്നത് എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് ദൈവങ്ങൾക്കറിയാം, എനിക്കത് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, ചേച്ചി ഇങ്ങനെ അമ്പലത്തിലൊന്നും വരാറേ ഇല്ലല്ലോ, ഇപ്പം എന്താ വന്നത് എന്ന് ചോദിക്കും. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? ഞാൻ വന്നത് പ്രാർത്ഥിക്കാനാ, പ്രാർത്ഥന കഴിഞ്ഞു, അതുകൂടാതെ എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തന്നെ നയന പറയുന്നത്, ചേച്ചിക്ക് എന്തോ നല്ല വിഷമമുണ്ട് എന്ന്. അന്നേരം ആദർശ് പറയുന്നത്, നല്ല വിഷമം കാണും, അവളുടെ കയ്യിലിരിപ്പും അത്ര മോശമൊന്നുമല്ലല്ലോ. നിന്റെ അച്ഛനും അമ്മയൊക്കെ സത്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ കൂടി ശത്രുവായി കണ്ടേക്കുക അവള്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്ക്, ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് കുറച്ച് കാര്യങ്ങളൊക്കെ നയനയോട് പറയും. പിന്നീട് കാണിക്കുന്നത് നാഗേന്ദ്രനും അവന്തികയുമാണ്. അവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ അഭിയോട് പറയും, ജ്വല്ലറിയിൽ നാഗേന്ദ്രനാണ്, ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അങ്ങനെ സംശയത്തോടു കൂടെ അഭി നാഗേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുവാണ്, എന്നത് അവന്തിക അല്ലെങ്കിൽ അഭി, അങ്ങനെ ഉദ്ദേശിച്ച ഞാൻ ആ ഒരു പേരിട്ടത്. എൻ്റെ കമ്പനിയുടെ തലപ്പത്തേക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് എൻ്റെ മക്കളാ. കാരണം അവൾക്ക് ആ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് എന്നെ ഡീല് ചെയ്യാനുള്ള കഴിവുണ്ട്. അന്നേരം അഭിക്കൊരു വിഷമം. അന്നേരം നാഗേന്ദ്രൻ ചോദിക്കുന്നത്, നിനക്കെന്താ വിഷമമുണ്ടോ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ? എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല, അവളെൻ്റെ അനിയത്തി തന്നെയല്ലേ എന്ന് പറയാണ് അഭി. അങ്ങനെയൊക്കെ അഭി പറയുന്നുണ്ടെങ്കിൽ പോലും അഭി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത്, എൻ്റെ അനിയത്തിയാണെങ്കിൽ പോലും എൻ്റെ തലക്ക് മുകളിലേക്ക് അവൾ വളരുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെയായിരിക്കും. എന്തായാലും നാഗേന്ദ്രൻ്റെ ബിസിനസ് വളർത്തുന്നതിനെ പറ്റിയിട്ടും ഇനി എന്നും മുകളിലേക്ക് തന്നെ പോകണം, ഒരിക്കലും മൂർത്തി ജ്വല്ലറി വളരാൻ അനുവദിക്കരുത്, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഭിയും അത് കേൾക്കുന്നുണ്ടായിരുന്നു. അഭി ഏതായാലും ഭയങ്കര സന്തോഷത്തില. കാരണം ജ്വല്ലറിയിലെ മാനേജറായിട്ട് പോയിട്ട് ഇപ്പോൾ ഉടമസ്ഥയിൽ ഒരാളായി പോവാണല്ലോ, അതിൻ്റേതായിട്ടുള്ള സന്തോഷം അഭിക്കുണ്ട്. പിന്നീട് കാണിക്കുന്ന നവ്യാണ്. നവ്യ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് അഭിയും വരുന്നത്. അന്നേരം അഭിക്ക് ചന്ദനമൊക്കെ തൊട്ടുകൊടുത്തുകൊണ്ട് തന്നെ അവൾ ചോദിക്കും, നീ എവിടെ പോയതായിരുന്നു? നീ എന്താ ഇങ്ങനെ ടാക്സി ആയിട്ട് നടക്കുന്നത് എന്നൊക്കെ. മറ്റേ വണ്ടി ഓടിക്കാൻ നിന്റെ കൈക്ക് വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആ ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കുന്നത് എന്ന് അഭി പറയും. അത് കഴിഞ്ഞപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. കാരണം ഈ വീട്ടിലെ എല്ലാവരും നമ്മളോട് അസൂയ, അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മോനും നിനക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ അഭി പറയുന്നുണ്ട്, നീ ഓർത്തോ, ഇനി ഒരിക്കലും ഏഞ്ചലിൽ നിന്നും എനിക്കും നിനക്കും പുറത്തിറങ്ങേണ്ടി വരില്ല. നമ്മളിനി ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. എൻ്റെ ഇനിയുള്ള ലക്ഷ്യം മൂർത്തി ജ്വല്ലറിയും ഈ തറവാടിനെയും തകർക്കുക എന്നത് മാത്രം തന്നെയാണ്. അതിലൂടെ ജ്വല്ലറി ഇനിയും വളർത്തണം. അങ്ങനെയൊക്കെ പറയാണ്. അന്നേരം നവ്യ പറഞ്ഞത്, ഇനിയും ഇത് ഇവിടെ നിന്നിങ്ങനെ ഉറക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പം തന്നെ നമ്മളിവിടെ നിന്നും അടിച്ചു പുറത്താക്കുമെന്നൊക്കെ. അന്നേരം അങ്ങനെ പുറത്താക്കുവാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല എന്ന് അഭി പറയുന്ന സമയത്തിന് നവ്യ പറയും, എടാ നമ്മുടെ വളർച്ചയിൽ നമ്മൾ അഹങ്കാരം കാണിക്കരുത് എന്ന്. അന്നേരം ഇത് അഹങ്കാരമൊന്നുമല്ല, ഞാനുള്ള കാര്യമാ പറയുന്നത്. ഇനി ഒരിക്കലും ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടാവില്ല. അതിന് കാരണം എന്താണെന്നൊന്നും ഞാൻ നിന്നോടിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടാകില്ല. ചിലപ്പോൾ ഞാൻ ആ കമ്പനിയുടെ GM വരെ ആയേക്കാം. അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ്. അന്നേരം നവ്യ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ അഭി അകത്തേക്ക് പോയി. പിന്നെ കാണിക്കുന്നത് ജലജയായിരിക്കും. അഭിയെ കാണുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, എടാ ഇന്ന് ഞായറാഴ്ചയിട്ട് നീ ഇങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെയാ? എനിക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോകണം, നിനക്കെന്താ ഇത്ര തിരക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മേ, ഞാൻ ജ്വല്ലറിയുടെ മാനേജറായിപ്പോൾ കുറേ കഴിയുമ്പോൾ ഞാൻ ആ കമ്പനിയുടെ GM ഒക്കെ ആയിക്കോളും. അത്രത്തോളം വിശ്വാസമുണ്ട് അവർക്കെന്നെ. അതുകൊണ്ട് തന്നെ രാപ്പകലില്ലാതെ അവിടെ പണിയെടുക്കേണ്ടി വരും. അവിടെ ചിലപ്പോൾ ഞായറാഴ്ചയായിട്ടൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ജ്വല്ലറി ഞായറാഴ്ചയും തുറക്കുന്നുണ്ട്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അവധികളൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ എന്നാലും പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോവേണ്ടതായിരുന്നു എന്ന് ജലജ പറയും. അപ്പോൾ അമ്മ പോയിക്കോ, ഡ്രൈവർ വിളിച്ചുകൊണ്ട് പോയിക്കോ, പണം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തന്നേക്കാമെന്നൊക്കെ പറയണം അഭി. എന്നിട്ട് അഭി പറയുന്നുണ്ട്, ഇനി എൻ്റെ ലക്ഷ്യം ഈ തറവാടിനെ നശിപ്പിക്കുക എന്ന് മാത്രമാണ്. മൂർത്തീസ് ജ്വല്ലറി നശിപ്പിച്ചിട്ട് ഇവിടെയുള്ള എല്ലാത്തിനെയും ഇവിടെ നിന്നും ഇറക്കി വിടണം, അതെൻ്റെ ലക്ഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ ജലജ ഇങ്ങനെ കേട്ട് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നത്, നോക്കിക്കോ അമ്മേ, ഇനി അബിയുടെ മറ്റൊരു മുഖമാണ് എല്ലാവരും കാണാൻ പോകുന്നത്. ആ ഒരു രീതിയിലേക്ക് ഞാൻ വളർന്നതിന് ശേഷം നവ്യയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുമെന്നൊക്കെ ഇങ്ങനെ അബി പറയുന്ന സമയത്തിന് ജലജ പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ നീ തീരുമാനമെടുക്കണം മോനെ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഭി അങ്ങോട്ടേക്ക് പോവാണ്. ഭയങ്കര സന്തോഷത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ജലജ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.